ഹലോ ഫ്രണ്ട്സ്, നേപ്പാൾ യാത്രയിൽ ഞങ്ങൾ എന്തൊക്കെയാ കഴിച്ചതെന്ന് നോക്കിയാലോ. ഒരു വാട്ടായിട്ടിനെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ലഞ്ചാണ് കഴിച്ചത്. ഇതാണ് നേപ്പാളിലെ താലി. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് റൈസും പരിപ്പ് കറിയും 2-3 സബ്ജി ഉണ്ട്, പിന്നെ ചട്നി ഉണ്ട്. പിന്നെ ഞങ്ങൾ ചിക്കൻ താലി പറഞ്ഞതുകൊണ്ട് ഇതിന്റെ കൂടെ ചിക്കൻ കറിയും ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് അത്ര സെറ്റ് ആയിട്ടില്ല. ഞങ്ങൾ 4 പേരുള്ളതിൽ 3 ആൾക്ക് സെറ്റ് ആയില്ല കേട്ടോ. ഒരാൾ നല്ലോണം കഴിച്ചിട്ടുണ്ട്. തീരെ ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല. വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. ലഞ്ച് സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് കോഫി കുടിച്ചേ. കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഇതിന്റെ കൂടെ വെജ് ചൗമീനും മൊമോസും ആണ് ഓർഡർ ചെയ്തത്. ടേസ്റ്റ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ 4 പേർക്കും കൂടി ഒരു പ്ലേറ്റ് മൊമോസും ഒരു ചൗമീനുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തതാണ്. ഇന്നത്തെ ദിവസം കഴിക്കുന്നതൊക്കെ അബദ്ധമായിരുന്നേ. പിന്നെ രാത്രി നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല റെസ്റ്റോറന്റ് നോക്കി കയറി ചിക്കൻ ചൗമീനും ഗ്രിൽ ചിക്കനൊക്കെ ഓർഡർ ചെയ്തു. നല്ലോണം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. കാണാനൊക്കെ ഫുഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഗ്രിൽ ചിക്കൻ. ഇത് കണ്ടപ്പോൾ തന്നെ ഓർഡർ മാറി വന്നതാണോ എന്ന് വരെ ഞങ്ങൾ വിചാരിച്ചേ. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ തീരെ ക്വാണ്ടിറ്റി ഇല്ല. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഗ്രിൽ ചിക്കൻ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ബട്ടർ റൊട്ടി ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളൊരു ബിരിയാണി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് കഴിക്കുമ്പോഴത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബിരിയാണി എത്തി. പ്രതീക്ഷയോടെ കാത്തിരുന്ന ബിരിയാണി ആയിരുന്നേ. അതും ഞങ്ങൾക്ക് പണി തന്നു. ഒട്ടും ടേസ്റ്റില്ലായിരുന്നു. അങ്ങനെയൊക്കെ അതും കൂടെ കഴിച്ചു തീർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഫുഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.